സ്റ്റാൻഡേർഡ് 350യുടെ ഓയിൽ സീൽ റീപ്ലേസ്മെൻറ്റ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓയിൽ സീൽ പോയിട്ട് ഓയിൽ നന്നായിട്ട് ഡ്രോപ്പായി പോകുന്നുണ്ടായിരുന്നു. അത്യാവശ്യമുള്ള ഓയിലൊക്കെ ഒലിച്ച് ഇറങ്ങി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ മാറും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പവർ HDൻ്റെ ഫ്രണ്ട് ഫോർക്ക് ഷോർക്ക് ഓയിലാണ്. ഇത് 350 ml ആണ് വരുന്നത്. ഇതിന് വരുന്ന പ്രൈസ് 170 സാധാരണ 80-85 രൂപ 200 ml റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ 350 ml ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ട് സിലിണ്ടറിനും കൂടെ 2 ഓയിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഓയിൽ സീൽ തന്നെയാണ്, കമ്പനി തന്നെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിന് 150 രൂപയാണ് MRP വരുന്നത്. ഇതാണ് റബ്ബറിൻ്റെ ഒരു ബുഷ് ഓയിൽ സീൽ. അത് ഇതിൻ്റെ ഉള്ളിൽ വരുന്നൊരു സ്പ്രിംഗ് വാഷറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വീലൊന്ന് കഴിച്ചെടുക്കണം. അതിന് 12ൻ്റെ സ്പാനറാണ് ഉപയോഗിക്കുന്നത്. 2 സൈഡിലായിട്ട് 2 ബോൾട്ട് വരുന്നുണ്ട് 12ൻ്റെ. ആ ബോൾട്ട് കഴിച്ചതിന് ശേഷം ആ യു ക്ലാമ്പ് ഫ്രീ ആയിട്ടും കൂടി എടുക്കാൻ വേണ്ടി പറ്റും. അതിനു മുമ്പ് നമുക്ക് ബ്രേക്കിൻ്റെ കേബിളും അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിളും ഒന്ന് കഴിച്ചിടണം. ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് സ്പീഡോമീറ്ററിൻ്റെ ആ റിംഗ് ഒന്ന് ഫ്രീ ആക്കിയിട്ട് അത് അങ്ങോട്ട് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിള് ഒന്ന് മുകളിലേക്ക് വലിച്ചതിന് ശേഷം അത് ഫ്രീ ആക്കിയിട്ട് ശേഷം അതിൻ്റെ മുകളിലായിട്ടുള്ള 10ൻ്റെ സ്പാനറാണ്, അത് വെച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം അതിൻ്റെ കേബിളും അവിടെ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ട് ബോൾട്ട് കഴിച്ചതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്ന് തിക്കിയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇൻഡിക്കേറ്ററും കൂടെ കഴിച്ച് ഇറക്കി വെക്കണം. 12ൻ്റെ നെറ്റാണ് വരുന്നത്. ഈ ഇൻഡിക്കേറ്റർ ഒന്ന് ഇളക്കി കഴിച്ച് വെച്ചതിന് ശേഷം അതിന് ശേഷം മറ്റൊരു നെറ്റ് കൂടെ വരുന്നുണ്ട്. 12ൻ്റെ സ്പാനർ ഉപയോഗിച്ചിട്ട് ആ നെറ്റ് ഒന്ന് ഫ്രീ ആക്കിയിടാം. കാരണം ഈ ഷോക്ക് ഈ ഒരു കിറ്റിൻ്റെ ഉള്ളിലായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. അതിനൊന്ന് ഫ്രീ ആക്കിയാലേ നമുക്കൊന്ന് നമ്മളെ ഈ ഷോക്ക് ഒന്ന് ഫ്രീ ആയി കിട്ടുള്ളൂ. അതിനുശേഷം 8mm എല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ഇതിന് മുകളിലായിട്ടുള്ള ബോൾട്ട് വരുന്നുണ്ട്. 8mm ആണ് എല്ലെങ്കിൽ വരുന്നത്. എല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ആ ബോൾട്ട് കഴിച്ചെടുത്ത് അതിനുശേഷമായിട്ട് ആ ബോൾട്ട് കഴിച്ചതിന് ശേഷം നമുക്കിത് ഫ്രീ ആയിട്ട് താഴോട്ട് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ 2 ഷോക്കും ഊരിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഓയിൽ സീല് പോയത്. ഇതിൻ്റെ അകത്ത് നല്ലപോലെ തന്നെ ഓയിൽ ഡ്രോപ്പായി പോയിട്ടുണ്ട്. ഇതിനകത്ത് അതിന് മാത്രം ഓയിലൊന്നും ഉണ്ടാവില്ല, ചാൻസ് കുറവാണ്. അപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ റബ്ബറിൻ്റെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്, ഒരു ബുഷ്. സ്ക്രൂ ഡ്രൈവർ ഒന്ന് തിക്കിയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. 28ൻ്റെ സ്പാനറാണ്. 28ൻ്റെ സ്പാനറിൽ ഇതിൻ്റെ എഡ്ജിലായിട്ട് 28ൻ്റെ ഒരു ബോൾട്ട് വരുന്നുണ്ട്. 28ൻ്റെ സ്പാനർ ഉപയോഗിച്ചിട്ട് അതൊന്ന് കഴിച്ചെടുക്കാം. അത് കഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം സ്പ്രിങ് ഉള്ളിൽ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നതിനോണ്ട് ഒന്ന് പുഷ് ചെയ്തിട്ട് വേണം തിരിക്കാൻ. ആ ഒരു ബോൾട്ട് നമ്മൾ കഴിച്ചെടുത്തിട്ടുണ്ട്.
അതിനുശേഷമായിട്ട് ഉള്ളിൽ വരുന്നൊരു സ്പ്രിങ് ആണ്. ഇതാണ് സ്പ്രിങ്. സ്പ്രിങ് ഊരിയിട്ട് നമുക്ക് ഒരു ബക്കറ്റിലേക്ക് മാറ്റി വെക്കാം. അതിനുള്ളിലുള്ള പഴയ ഓയിൽ ഒന്ന് ഈ ബക്കറ്റിലേക്ക് നമുക്ക് ഒഴിക്കാം. അത്യാവശ്യം നല്ല കാലപ്പഴക്കം വന്നത് കൊണ്ട് തന്നെ ഒരു ബാഡ് സ്മെല്ലാണ് ആ ഒരു ഓയിലിന്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അതിൻ്റെ കളറൊക്കെ കറുത്ത്. ഇനി നമുക്ക് ഈ ഒരു ടൂള് നമുക്ക് നിർബന്ധമാണ്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതിനെ കൊണ്ട് ഇരുമ്പിൻ്റെ കമ്പി വെച്ച് ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. കാരണം ഈ ഒരു സിലിണ്ടർ ഉള്ളിലായിട്ട് ഒരു റാഡ് വരുന്നുണ്ട്, ഈ ഒരു സ്റ്റീൽ റാഡിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊന്ന് ഈ ഒരു കമ്പി വെച്ച് സപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതില്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിക്കുകയുള്ളൂ, ഫ്രീ ആയി കിട്ടൂല. അത് 6-ൻ്റെ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് അതൊന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് കഴിച്ചെടുക്കുക. ഈ ഒരു ബോൾട്ട് ലൂസാക്കി എടുത്തതിന് ശേഷം മാത്രം നമുക്ക് എന്താക്കാം, ഈ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്നും ആ ഒരു സ്റ്റീലിൻ്റെ റാഡിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റും. അത് പതുക്കെ താഴോട്ട് ഇളക്കിയെടുത്താൽ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങ് എടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്റ്റീലിൻ്റെ റാഡിൻ്റെ ഉള്ളിൽ വരുന്ന മറ്റൊരു റാഡാണ്. കാരണം ഈ ഒരു സ്റ്റീൽ റാഡിനെ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലായിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു റാഡ് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഇത് അതിൻ്റെ മുകളിൽ വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഓയിൽ സീൽ. ഈ ഒരു സിലിണ്ടറിൻ്റെ റൗണ്ടിലായിട്ട് കാണുന്ന ഓയിൽ സീൽ, അതാണ് നമുക്ക് മാറാനുള്ളത്. ആ ഓയിൽ സീലിൻ്റെ മുകളിലായിട്ട് ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ആ ക്ലിപ്പ് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇളക്കി മാറ്റാം. നമുക്ക് ഓയിലിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ ഇട്ടേക്കാം. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് മുകളിലേക്ക് തിക്കിയിട്ട് ആ പഴയ ഓയിൽ സീൽ നമുക്ക് കഴിച്ചെടുക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇത് സ്റ്റീലിൻ്റെ റാഡ് ഈ സിലിണ്ടറിൻ്റെ അകത്ത് വരുന്നതാണ്. ഈ സ്റ്റീലിൻ്റെ റാഡിൻ്റെ അകത്ത് വരുന്ന സ്പ്രിങ് ആണിത്. ആ സ്റ്റീലിൻ്റെ റാഡിൻ്റെ അകത്ത് സിലിണ്ടറായിട്ട് ബന്ധിപ്പിക്കുന്ന മറ്റൊരു റാഡാണ് ഉള്ളിൽ വരുന്നത്. ഈ റാഡിന് മുകളിൽ വരുന്ന മറ്റൊരു കപ്പ്, ഒരു സ്റ്റീലിൻ്റെ കപ്പ്, അതിന് ഈ റാഡിൽ വരുന്ന സ്പ്രിങ് ഉണ്ട്. ഇതാണ് ഓയിൽ സീൽ ഈ ഒരു സിലിണ്ടറിൻ്റെ അകത്തേക്ക് ഇടാനുള്ളത്. ഇതാണ് നമ്മൾ മാറാൻ പോകുന്ന പുതിയ ഓയിൽ സീൽ. അത് നേരത്തെ കഴിച്ച് ഒഴിവാക്കിയതാണ് പഴയത്. അപ്പോൾ സിലിണ്ടറിന് മുകളിലായിട്ട് ഓയിൽ സീൽ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് താഴോട്ട് ഇറക്കി കൊടുക്കുക. അപ്പോൾ ഇറങ്ങാൻ ലേശൊരു ടൈറ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ ഓയിൽ സീലൊന്ന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു ഹാമർ ഉപയോഗിച്ചൊന്ന് പതുക്കെ തട്ടിയിട്ട് താഴോട്ട് ഇറക്കി വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് സീറ്റിങ്ങിൽ അവിടെ നിൽക്കും. ഓയിൽ സീൽ അതിൽ ഫിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സ്റ്റീലിൻ്റെ റാഡ്, ഈ സ്റ്റീലിൻ്റെ റാഡിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു പിസ്റ്റനും അതിൻ്റെ ഒരു സ്പ്രിങ്ങും ഇട്ടതിന് ശേഷം അതിലേക്ക് ഇറക്കി വെക്കാം. ഇതാണ് നേരത്തെ നമ്മളൊരു ടൂളിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇരുമ്പിൻ്റെ കമ്പി കൊണ്ട് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയാണ്. അത് നിർബന്ധമായിട്ട് വേണം. കാരണം ഈ ഒരു റാഡ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്കിത് ടൈറ്റ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് വെറുതെ തിരിഞ്ഞ് കളിക്കുകയുള്ളൂ, ടൈറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് ഉള്ളിലേക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം ആ ഒരു ബോൾട്ട് ഇട്ടിട്ട് സിലിണ്ടർ ഇറക്കി വെച്ചതിന് ശേഷം ആ ഒരു ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം. 6-ൻ്റെ എല്ലെങ്കിയാണ് വരുന്നത് ആ ഒരു ബോൾട്ടിന്.
നല്ലോണം ടൈറ്റ് ചെയ്ത് കൂടിയിട്ട് ആ സ്റ്റീൽ റാഡും ആ ഒരു സിലിണ്ടറും തമ്മിൽ അവിടെ നന്നായിട്ട് തന്നെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ നേരത്തെ കഴിച്ചിട്ടുള്ള ആ ബുഷ് എന്താക്കുക, ഒരു ക്യാപ്പ് അതിലേക്ക് ഇറക്കി വെച്ചൊന്ന് ടൈറ്റ് ചെയ്യുക. അതിന് ശേഷം ഈ സ്പ്രിങ്ങിൻ്റെ ചെറിയ ചുറ്റുള്ള ഭാഗമുണ്ട്, മുകളിലേക്ക് വലിയ ചുറ്റാണ്. അപ്പോൾ ചെറിയ ചുറ്റുള്ള ഭാഗം താഴോട്ട് ഇറക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഓയിൽ ഒഴിക്കുന്ന പണി മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓയിൽ സീൽ മാറി കഴിഞ്ഞ് ഇനി ഓയിലാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ 350 ml ആണ് വരുന്നത്. 170 ഇതിൻ്റെ MRP വരുന്നത്. 350 ml ഈ ഒരു സിലിണ്ടറിലേക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ് ഏകദേശം ആ ലെവലിൽ തന്നെ ഓയിൽ എത്തിയിട്ടുണ്ട് 350 ml എന്ന് പറയുമ്പോൾ. ഇനി 28-ൻ്റെ ഒരു ബോൾട്ടാണ് അതിൻ്റെ മുകളിലായിട്ട് വരുന്നത്. അത് അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് പുഷ് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്യുക. സ്പ്രിങ് ഉള്ളത് കൊണ്ട് ഒന്ന് പുഷ് ചെയ്ത് പിടിക്കണം. എന്നിട്ടൊന്ന് സ്പാനർ കൊണ്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓയിൽ സീല് മാറി പുതിയ ഓയിൽ ഒഴിച്ച് ആ ഒരു ഷോക്ക് എന്താണ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കിറ്റിൻ്റെ അകത്തേക്കൊന്ന് കയറ്റി വെക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വരുന്ന ബോൾട്ട് ഇട്ടിട്ട് ഇതിന് ടൈറ്റ് ചെയ്തോട് കൂടിയിട്ട് നമ്മളിപ്പോൾ ചെയ്ത പണി കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ 2 ഫോർക്കിൻ്റെതും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓയിൽ സീൽ ഒന്നിൻ്റെതാണ് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ 2 പണി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ ചെയ്യുമ്പോൾ രണ്ടും ചെയ്തിട്ടുണ്ട്. ഓയിൽ സീൽ മാറാം. അപ്പോൾ 2 കിറ്റും ഇപ്പോൾ കംപ്ലീറ്റ് ഫിനിഷായി. ഇനി ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം മറുകാട് ഫിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീല് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ഈ ഓയിൽ സീലിൻ്റെ റീപ്ലേസ്മെൻറ്റ് ആ ഒരു പണി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.